പിതാവും സ്നേഹിതനുമെന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു വിശുദ്ധനാണ് സെയിൻറ്റ് ജോൺ ബോസ്കോ. അദ്ദേഹത്തിൻ്റെ തിരുനാളാണ് ജനുവരി 31 നമ്മൾ കൊണ്ടാടുന്നത്. സന്തോഷത്തിൻ്റെ ഒരു ആധ്യാത്മികതയാണ് ഈ വിശുദ്ധൻ നമുക്ക് നൽകുന്നത്. അദ്ദേഹം യുവജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓടാം, ചാടാം, ഉല്ലസിക്കാം, ഒരു പാപകരമായതൊന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി. അതെ, സന്തോഷത്തിൻ്റെ ഒരു ആധ്യാത്മികത. അദ്ദേഹം പറഞ്ഞു, സംഗീതമില്ലാത്ത ഒരു സ്ഥാപനം ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ഡോൺ ബോസ്കോയുടെ ആധ്യാത്മികത ഏവരും ഇഷ്ടപ്പെടുന്നു. കാരണം അത് യുവജനങ്ങളെ അത്രമാത്രം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു ചിന്താരീതിയാണ് ഇത്. ഡോൺ ബോസ്കോയെക്കുറിച്ച് നമുക്കല്പം അറിയണ്ടേ? ഈ വിശുദ്ധൻ ജനിക്കുന്നത് 1815 ഓഗസ്റ്റ് 16 അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഇറ്റലിയിൽ ടൂറിൻ നഗരത്തിനടുത്തുള്ള ബെക്കി എന്ന ഗ്രാമമാണ്. ബാല്യത്തിലെ അനാഥത്വം അനുഭവിച്ചറിഞ്ഞ ഒരു വിശുദ്ധനാണ്. കാരണം അദ്ദേഹത്തിന് 2 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഫ്രാൻസിസ് ബോസ്കോ നിര്യാതനായി. തുടർന്ന് ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിയത് ജോണിയുടെ അമ്മ മമ്മ മാർഗരറ്റ് ആയിരുന്നു. ആ കുടുംബത്തിൽ 3 മക്കളാണുള്ളത്. മൂത്ത സഹോദരൻ ആൻ്റണി ജോൺ ബോസ്കോയുടെ അർദ്ധ സഹോദരനാണ്. ഫ്രാൻസിസ് ബോസ്കോയുടെ ആദ്യ വിവാഹത്തിലെ മകൻ. പിന്നീടുള്ളത് ജോസഫ്, ജോണിക്കാകട്ടെ ബാല്യത്തിലെ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പഠിക്കാനായിട്ട്. പക്ഷേ പഠനത്തിന് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ആദ്യത്തെ തടസ്സം അർദ്ധ സഹോദരനായ ആൻ്റണി തന്നെ. ആൻ്റണി പറഞ്ഞു, എന്തിനാണ് പഠിക്കുന്നത്? പുസ്തകത്തിൻ്റെ ആവശ്യമേ ഇല്ല. നമുക്ക് എല്ലാവർക്കും വയലിൽ പോയി അധ്വാനിക്കാം. അധ്വാനിച്ചാൽ മാത്രമേ ആഹാരത്തിനുള്ള വക നമുക്ക് കിട്ടുകയുള്ളൂ. പഠിക്കാൻ ആഗ്രഹിച്ച ജോണിയെ എപ്പോഴും ആൻ്റണി നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഇടവകയിലെ വൈദികൻ ഡോൺ കലോസോയുടെ രംഗപ്രവേശനമുണ്ടായത് ഈ സന്ദർഭത്തിലാണ്. ഡോൺ കലോസോ ജോണിയോട് സംസാരിച്ചു. ജോണി, നിനക്ക് എന്താണ് ആഗ്രഹം? ജോണി പറഞ്ഞു, എനിക്ക് പഠിക്കണം, പക്ഷെ പഠിക്കാനുള്ള സാഹചര്യമില്ല. വീട്ടിൽ ദാരിദ്ര്യമാണ്, സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. ആൻ്റണി തടസ്സം നിൽക്കുന്നു. ഒരു പോംവഴി ഡോൺ കലോസോ ഈ അവസരത്തിൽ ജോണിക്ക് നിർദ്ദേശിക്കുകയാണ്. ജോണി, നീ എനിക്ക് എൻ്റെ കൂടെ വരാം, പള്ളിമേടയിൽ നിനക്ക് താമസിക്കാം, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. പക്ഷേ ആൻ്റണിയുടെ അനുവാദം കിട്ടേണ്ടതുണ്ടായിരുന്നു. ഡോൺ കലോസോ തന്നെ ജോണിയുടെ വീട് സന്ദർശിക്കാൻ തീരുമാനിച്ചു. മമ്മ മാർഗരറ്റും ആൻ്റണിയുമായിട്ട് വിശുദ്ധനായ ആ വൈദികൻ ഡോൺ കലോസോ സംസാരിച്ചു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെയാണ് ആൻ്റണി ജോണിക്ക് പഠിക്കുവാനുള്ള സമ്മതം നൽകിയത്. അങ്ങനെ പഠനത്തിനുള്ള ഒരു അവസരം ജോണി ബോസ്കോയ്ക്ക് തുറന്നു കിട്ടുകയാണ്. ഡോൺ കലോസോയുടെ കൂടെ അദ്ദേഹം താമസം ആരംഭിച്ചു. ഡോൺ കലോസോ വളരെ സ്നേഹത്തോടെ ജോണിയെ നോക്കുകയും ആഹാരവും മറ്റെല്ലാ സാഹചര്യങ്ങളും അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സൗകര്യം അധികകാലം നീണ്ടു നിന്നില്ല. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഡോൺ കലോസോ മരിക്കുകയാണ്. മരണത്തെ തുടർന്ന് വീണ്ടും ജോണിക്ക് തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. വീണ്ടും പഴയപടി തന്നെ വയലിലെ അധ്വാനവും കാര്യങ്ങളുടെ മേൽനോട്ടവും. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. അപ്പോഴും ജോണി ആഗ്രഹിച്ചു, പഠിക്കാനുള്ള സാഹചര്യം എനിക്ക് ലഭിക്കണം, അതെങ്ങനെ കൈവരും? ഒടുവിൽ വീണ്ടും ഒരു അവസരം ജോണിക്ക് കൈവന്നു. അന്ന് ഒരു വിദ്യാലയമുള്ളത് തൊട്ടടുത്തുള്ള കിയേരി പട്ടണത്തിലാണ്. അവിടെ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു ഭവനത്തിൽ അവിടുത്തെ ഒരു സഹായിയായി ചേർന്നുകൊണ്ട് ഡോൺ ബോസ്കോ ആ വീട്ടിൽ താമസിക്കുകയാണ്. രാവിലെയും വൈകുന്നേരവും ഹോട്ടലിൽ സഹായിക്കണം, ഭക്ഷണം പാചകം ചെയ്യാൻ, വരുന്നവർക്ക് ആഹാരം വിളമ്പിക്കൊടുക്കാനായിട്ട്, ആ ഹോട്ടലും പരിസരം വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് ബാലനായ ജോണി അതിൻ്റെ ഉടമസ്ഥനെ സഹായിച്ചു. പകരം ജോണിക്ക് കിട്ടുന്നത് എന്ത്? അവന് താമസിക്കാനുള്ള സൗകര്യം, സ്കൂളിൽ പോകുവാനുള്ള സൗകര്യം, പഠന സാഹചര്യങ്ങൾ. അങ്ങനെ ഒരു ബാട്ടൽ വ്യവസ്ഥയിൽ ജോണി തൻ്റെ പഠനം കിയേരിയിൽ തുടരുകയാണ്.
ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് തൻ്റെ പഠനം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. നിർണായകമായൊരു സ്വപ്നം ജോണിക്ക് 9-ാമത്തെ വയസ്സിലുണ്ടായിരുന്നു. ആ സ്വപ്നം ഇതായിരുന്നു: ജോണി ഒരു മൈതാനത്ത് നിൽക്കുകയാണ്. ആ മൈതാനത്ത് അനേകം കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഈശോ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ജോണിയോട് പറഞ്ഞു, ഇതാണ് നിൻ്റെ ഭാവി പ്രവർത്തന മേഖല. തുടർന്ന് നിരീക്ഷിച്ചപ്പോൾ ആ കുട്ടികളെല്ലാം പല വന്യമൃഗങ്ങളുടെ രൂപം കൈക്കൊള്ളുന്നതാണ് ജോണി കണ്ടത്. ആ കുട്ടികൾ ആടുകളായി, ചിലത് കരടിയുടെ രൂപം കൊണ്ട്, ചില കുട്ടികൾ പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ രൂപം കൊള്ളുന്നതായി കാണുന്നു. ജോണി പറഞ്ഞു, അന്യോന്യം കലഹിച്ച് നിൽക്കുന്ന വന്യമൃഗങ്ങളെ പോലെ ആയിരിക്കുന്ന ഈ കുട്ടികളെ നിശാന്തമായ കുഞ്ഞാടുകളെ പോലെ ആക്കണം. പിന്നീട് ആ അന്തരീക്ഷത്തിൻ്റെ മാറ്റം വരികയാണ്. ആ കുട്ടികളെല്ലാം വന്യമൃഗങ്ങളുടെ രൂപം കൊണ്ട കുട്ടികൾ നല്ല ശാന്തരായ കുഞ്ഞാടുകളുടെ രൂപം കൈക്കൊള്ളുന്നു. ഇവിടെ ഈ സംഭവിച്ച ഈ മാറ്റം നീ യുവജനങ്ങളിൽ കൊണ്ടുവരണം. ഇതെങ്ങനെ സാധിക്കുമെന്ന് ജോണി ചോദിക്കുന്നു. ഞാൻ കേവലം ഒരു ബാലനാണ്, എനിക്ക് പാണ്ഡിത്യമില്ല, എനിക്ക് സമ്പത്തില്ല, എനിക്കിതെങ്ങനെ സാധിക്കും എന്ന് ജോണി ഈശോയോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ ഈശോ പറയുകയാണ്, ഞാൻ നിനക്ക് ഒരു വഴികാട്ടിയെ നൽകും. അപ്പോൾ നോക്കിയപ്പോഴാണ് പരിശുദ്ധമ്മയുടെ രൂപം അവിടെ തെളിഞ്ഞു വരുന്നത്. പരിശുദ്ധമ്മ നിനക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും, അമ്മ നിന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പോൾ ജോണി ഈശോയോട് ചോദിക്കുന്ന, അങ്ങാരാണ്? അപ്പോൾ ഈശോ പറഞ്ഞു, നീ എൻ്റെ അമ്മയോട് ചോദിക്കുക, അമ്മ നിനക്കെല്ലാം പറഞ്ഞു തരും. അവിടെ ആ സ്വപ്നം അവസാനിക്കുന്നു. ഇതിൽ നിന്നൊരു കാര്യം ജോണിക്ക് മനസ്സിലായി: ഭാവിയിൽ വളർന്നു വരുമ്പോൾ തൻ്റെ ദൗത്യം യുവജനങ്ങൾക്ക് ഒരു പിതാവാകുക, ഒരു സ്നേഹിതനാകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനേറ്റവും പറ്റിയ മാർഗം എന്തായിരിക്കും? അതിനേറ്റവും നല്ലൊരു മാർഗം ഒരു വൈദികനായിത്തീരുക. പഠനത്തിൽ ജോണി വളരെ മിടുക്കനായിരുന്നു. ഒത്തിരിയേറെ സാധ്യതകൾ അതിന് മുന്നിലുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം ഒരു വൈദികനായി തീരുവാൻ വേണ്ടി സെമിനറിയിൽ ചേരുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ജോണി കിയേരിയിൽ രംഗപ്രവേശം ചെയ്യുന്നത്. സെമിനറി പഠനത്തിൻ്റെ അവസാനത്തിൽ 1841 ജൂൺ 5-ാം തീയതി ജോണി ബോസ്കോ തിരുപ്പട്ടം സ്വീകരിച്ച് ഡോൺ ബോസ്കോയായി. ഡോൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഫാദർ എന്നാണ്. ഡോൺ ബോസ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഫാദർ ബോസ്കോ എന്നാണ്. അദ്ദേഹത്തിന് മുമ്പിൽ പല അവസരങ്ങളും തുറന്നു കിട്ടി. അദ്ദേഹത്തിന് വേണമെങ്കിൽ നല്ലൊരു ഇടവകയിൽ ഒരു അസിസ്റ്റന്റ് വികാരിയായിട്ട് സേവനം ചെയ്യാമായിരുന്നു. മാർഷ്യോണസ് ബെറോളോ എന്ന് പറയുന്ന ധനികയായ ഒരു പ്രഭയുടെ കൂടെ അവർ നടത്തുന്ന സ്ഥാപനങ്ങളുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് നല്ലൊരു തുക ശമ്പളമായി സ്വീകരിച്ചുകൊണ്ട് വളരെ വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ജീവിതം ഫാദർ ബോസ്കോയ്ക്ക്, ഡോൺ ബോസ്കോയ്ക്ക് നയിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എപ്പോഴും സ്വപ്നത്തിൽ കണ്ടതുപോലെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അതിനുള്ളൊരു അവസരവും കൈവന്നു. 1841 ഡിസംബർ 8-ാം തീയതി ഡോൺ ബോസ്കോ ബലിയർപ്പിക്കുവാനായി ട്യൂറിനിലുള്ള ദേവാലയത്തിൻ്റെ സാക്രിസ്റ്റിയിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ അവിടെ ബർത്തലോമിയോ ഗരേലി എന്ന് പറയുന്ന ഒരു ബാലൻ അവിടെ നിൽക്കുകയാണ്. കപ്പ്യാർ അവനുമായിട്ട് വഴക്കുകൂടുന്നതാണ് ഡോൺ ബോസ്കോ കണ്ടത്. വഴക്കിന് കാരണം കപ്പ്യാർ അവനെ കുർബാനയ്ക്ക് കൂടാനായിട്ട് ആവശ്യപ്പെടുകയും അത് നിരസിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ വഴക്കുണ്ടായത്. അവനെ കപ്പ്യാർ സക്രിസ്റ്റിൽ നിന്നും ആട്ടി ഓടിക്കുകയായിരുന്നു. ഫാദർ ബോസ്കോ ആ കുട്ടിയെ അരികിൽ വിളിച്ചിട്ട് അവനോട് സംസാരിച്ചു. നിൻ്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, എൻ്റെ പേര് ബർത്തലോമിയോ ഗരേലി. നിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, എനിക്ക് അച്ഛനില്ല. അമ്മ എന്താണ് ചെയ്യുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് അമ്മയുമില്ല. നീ പിന്നെ ഇവിടെ എന്തു ചെയ്യുന്നു? ഞാൻ ട്യൂറിൻ പട്ടണത്തിൽ ജോലി അന്വേഷിച്ച് വന്നതാണ്. ഇവിടെ ഒരു ഇഷ്ടികക്കളത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടെ തണുപ്പ് കൊണ്ട് സഹിക്കാനാവാതെ ചൂട് തേടി ഞാൻ ഈ സാക്രിസ്റ്റിയിൽ വന്നതാണ്. എനിക്ക് അക്ഷരാഭ്യാസമില്ല. അവനോട് പല കാര്യങ്ങളും ഡോൺ ബോസ്കോ തിരക്കി. നിനക്ക് പാട്ട് പാടാൻ അറിയാമോ? അവൻ പറഞ്ഞു, എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞുകൂടാ. നിനക്ക് മാത്തമാറ്റിക്സ് അറിയാമോ?
എനിക്ക് മാത്തമാറ്റിക്സ് അറിഞ്ഞുകൂടാ. അപ്പം എല്ലാത്തിനും ഇല്ല ഇല്ല എന്ന് മറുപടി കേട്ടിട്ട് അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഡോൺ ബോസ്കോ അവരോട് ചോദിച്ചു, നിനക്ക് വിസിലടിക്കാൻ അറിയാമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവൻ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി ഒരു ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു. ആ ഡോൺ ബോസ്കോയിൽ വിശ്വാസമുണ്ടായ ആ ബാലൻ ഡോൺ ബോസ്കോയുടെ സുഹൃത്തായിട്ട് മാറി. അവനോട് പറഞ്ഞു, നീ അടുത്ത ആഴ്ച വീണ്ടും വരണം. നീ വരുമ്പോൾ നീ തനിച്ചാകരുത് വരുന്നത്, നിൻ്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വരണം. അക്കാലത്ത് ടൂറിൻ പഠനത്തിലെ അവസ്ഥ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരു സാഹചര്യമായിരുന്നു. വ്യവസായ വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടം. നാട്ടിൻപുറങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് യുവജനങ്ങളാണ് പട്ടണത്തിൽ ജോലി അന്വേഷിച്ച് വന്നത്. പക്ഷെ അവരെ എല്ലാവരെയും ഉൾക്കൊള്ളാനോ അവർക്ക് തൊഴിൽ നൽകുവാനോ ആ പട്ടണത്തിന് സാധിക്കുമായിരുന്നില്ല. ഇവരിൽ പലരും യുദ്ധത്തിൽ പിതാക്കന്മാരെയോ സഹോദരങ്ങളെയോ നഷ്ടപ്പെട്ടവരാണ്. അവർ തമ്പടിച്ചിരുന്ന വഴിയോരങ്ങളിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലുമായിരുന്നു. ജോലി കിട്ടാതെ വന്നാൽ പലപ്പോഴും അവർ കൂട്ടുകൂടുകയും മോഷണം മുതലായ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ അവർ ഉൾപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള സാഹചര്യം ഇവരിൽ പലരും ജയിലിലടക്കപ്പെടുകയുണ്ടായി. ഡോൺ ബോസ്കോയുടെ ആധ്യാത്മിക ഗുരുവായിരുന്ന വിശുദ്ധ ജോസഫ് കഫാസോ ഡോൺ ബോസ്കോയെ പല സന്ദർഭങ്ങളിലും ജയിൽ സന്ദർശിക്കാനായി കൊണ്ടുപോയിട്ടുണ്ട്. ട്യൂറിൻ പട്ടണത്തിൽ നിന്ന് 4 ജയിലുകളാണ് ഉണ്ടായിരുന്നത്. 2 ജയിലുകൾ സ്ത്രീകൾക്ക് വേണ്ടിയും 2 ജയിലുകൾ പുരുഷന്മാർക്ക് വേണ്ടിയുമുള്ളതുമായിരുന്നു. അനേകായിരങ്ങൾ യുവജനങ്ങൾ ഈ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിരുന്നു. അവിടെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. വളരെ ക്രൂരമായി ഈ യുവജനങ്ങളെ ജയിലധികാരികൾ മർദ്ദിക്കുമായിരുന്നു. ഇതിൽ നിന്നൊരു കാര്യം ഡോൺ ബോസ്കോ മനസ്സിലാക്കി. ഈ കുട്ടികളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവരെ പഠിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, തൊഴിൽ പരിശീലനം നൽകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ ആരും തന്നെ ജയിലിൽ വന്നെത്തുകയില്ല. ഡോൺ ബോസ്കോ പറഞ്ഞു, ഞാൻ ഈ കുട്ടികൾ ജയിലിൽ വരാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ സംജാതമാക്കും. അങ്ങനെയാണ് ഡോൺ ബോസ്കോയ്ക്ക് ഓറട്ടറിയെക്കുറിച്ചുള്ള ഒരാശയം മനസ്സിലുദിച്ചത്. ഡോൺ ബോസ്കോ ഉടനെ തന്നെ ഈ കുട്ടികൾക്ക് പഠിക്കുവാൻ, തൊഴിൽ പരിശീലനം നടത്തുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചത്. ഒഴിവു ദിനങ്ങളിൽ ഈ കുട്ടികളെ എല്ലാവരെയും അദ്ദേഹം ഏതെങ്കിലും ഒരു ദേവാലയത്തിൻ്റെ മുറ്റത്ത് ഒരുമിച്ച് കൂട്ടും. അവരൊരുമിച്ച് വരുമ്പോൾ ഡോൺ ബോസ്കോ ചെയ്യുക, അവർക്ക് വേണ്ടി കളികൾ ആസൂത്രണം ചെയ്ത് കൊടുക്കുകയാണ്. ഡോൺ ബോസ്കോ ഈ കുട്ടികളുടെ പരിശീലനത്തിൽ പ്രത്യേകമായി സ്വീകരിച്ച ഒരു തത്വമുണ്ടായിരുന്നു. ആ തത്വം ഇതാണ്: എന്താണോ യുവജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് ഗുരുക്കന്മാർ ഇഷ്ടപ്പെടണം. യുവജനങ്ങളെ നയിക്കാൻ നിയുക്തരായ വ്യക്തികൾ കുട്ടികൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ഇഷ്ടപ്പെടണം. എങ്കിൽ ഗുരുക്കന്മാരുടെ ഇഷ്ടം കുട്ടികൾ നിറവേറ്റും. ഇത് ഒരു സത്യമാണ്. ഡോൺ ബോസ്കോ മനസ്സിലാക്കി കുട്ടികൾക്ക് കളികൾ വളരെ ഇഷ്ടമാണ്, അവർക്ക് സംഗീതം ഇഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്, അവർക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്. ഇതെല്ലാം മനസ്സിലാക്കി ഡോൺ ബോസ്കോ ആദ്യം ചെയ്തത് അവരെ ഒരുമിച്ച് കൂട്ടി കളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കളി കഴിയുമ്പോൾ ഡോൺ ബോസ്കോ അവരെല്ലാവരെയും ഏതെങ്കിലും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകും. ആ ഉപദേശങ്ങളുടെ അവസാനം അദ്ദേഹം അവരെ ദേവാലയത്തിലേക്ക് നയിക്കും. അവർക്ക് വേണ്ടി അവർ ദിവ്യബലി അർപ്പിക്കും, അവർക്ക് സതുപദേശങ്ങൾ നൽകും. വീണ്ടും അടുത്ത ആഴ്ച അവിടെ വന്ന് സന്ദർശിക്കാനായിട്ട് അദ്ദേഹം അവരോട് ആവശ്യപ്പെടും. ഇങ്ങനെ ഇത്തരത്തിലുള്ള വീക്കെൻഡിലുള്ള പ്രവർത്തനങ്ങൾ, ഒഴിവുദിനങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറേ കാലം മുന്നോട്ട് പോയി. പക്ഷെ ഒരു സ്ഥലത്തും സ്ഥിരമായി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് സാധിച്ചിരുന്നില്ല. കാരണം കുട്ടികൾ വരുമ്പോൾ അവിടെ ഒച്ചപ്പാടുണ്ടാകും, ബഹളമുണ്ടാകും, അവിടെ കുസൃതികളുണ്ടാകും. പലപ്പോഴും അത് പരിസരവാസികൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ വൈദികർക്കോ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഉടനെ അവർ ഡോൺ ബോസ്കോയോട് ആവശ്യപ്പെടും, ദയവായി ഈ ദേവാലയ പരിസരത്ത് പ്രവർത്തനം മതിയാക്കൂ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും കുട്ടികളെയും വീണ്ടും മറ്റ് സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങൾ മാറി മാറി ഈ വീക്കെൻഡ് ഓറട്ടറി പ്രവർത്തിച്ചു. ഇപ്പോൾ കുട്ടികളെ ആശ്വസിപ്പിക്കാൻ ഡോൺ ബോസ്കോ പറഞ്ഞു, ക്യാബേജിനെ നോക്കുക, പറിച്ച് നടപ്പെടുന്ന ക്യാബേജാണ് ഏറ്റവും നന്നായിട്ട് വളരുന്നത്, ഫലം പുറപ്പെടുവിക്കുന്നത്. അതുപോലെ നമ്മുടെ ഓറട്ടറിയും ശക്തമാകും. സ്ഥിരമായ ഒരു സംവിധാനം വേണം. ഡോൺ ബോസ്കോ അന്വേഷിച്ചു.
അപ്പോഴാണ് ഒരു ഷെഡ് അദ്ദേഹത്തിന് കിട്ടി. പീനാടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ഷെഡ് അദ്ദേഹത്തിന് വാടകയ്ക്ക് ലഭിച്ചു. അവിടെ സ്ഥിരമായിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വീക്കെൻഡ് മാത്രമല്ല, എല്ലാ ദിവസവും കുട്ടികളെ ഒരുമിച്ച് കൂട്ടുവാൻ, വീടില്ലാത്തവർക്ക് താമസിക്കാനുള്ള സൗകര്യം, പഠിക്കാൻ ആഗ്രഹമുള്ള പഠിക്കാനുള്ള സൗകര്യം, തൊഴിൽ പരിശീലനം വേണ്ടവർക്ക് അതിനുള്ള സൗകര്യം അദ്ദേഹം ആ പിനാടി ഷെഡിൻ്റെ പരിസരത്ത് അവർക്ക് ചെയ്തു കൊടുത്തു. ക്രമേണ ആ സ്ഥാപനം വളരുകയായിരുന്നു. അവിടെ കുട്ടികളുടെ എണ്ണം 60ആയി, 100ആയി, 150ആയി, 200ആയി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഡോൺ ബോസ്കോ 2 കാര്യങ്ങളാണ് ചെയ്തത്. തൊഴിൽ പരിശീലനം ആവശ്യമുള്ള കുട്ടികൾക്ക് പരിസരത്ത് തന്നെ വർക്ക്ഷോപ്പുകൾ അദ്ദേഹം സജ്ജീകരിച്ചു. അവിടെ തുന്നൽ പണി ആരംഭിച്ചു. അതോടൊപ്പം തന്നെ കാർപ്പൻട്രി, മെയ്സൺറി, ഓരോരോ അദ്ദേഹത്തിന് വശമുണ്ടായിരുന്ന തൊഴിലുകൾ കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ടുള്ള അതിനായി പണിശാലകൾ അദ്ദേഹം ആരംഭിക്കുകയാണ്. തുടർന്ന് വിദഗ്ധരായ പരിശീലകരെ കണ്ടെത്തി കുട്ടികൾക്ക് തൊഴിൽ പരിശീലന സംവിധാനം അദ്ദേഹം ചെയ്തു കൊടുത്തു. മറുവശത്ത് ഔപചാരികമായ വിദ്യാഭ്യാസത്തിലൊരു വിദ്യാലയം അദ്ദേഹം ആരംഭിച്ചു. ഇങ്ങനെ സമാന്തരമായിട്ട് തൊഴിൽ പരിശീലനം, അതുപോലെ ഔപചാരിക വിദ്യാഭ്യാസം, ഇതിലെ കുട്ടികൾക്ക് താമസിക്കുവാനും പഠിക്കുവാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. പരിശീലനം കിട്ടുന്ന കുട്ടികൾക്ക് മെച്ചമായ തൊഴിൽ സൗകര്യങ്ങൾ ലഭിക്കുമായിരുന്നു. കുട്ടികളെ വളരെയധികം ചൂഷണം ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവിടെ 12 മണിക്കൂർ മുതൽ 14 മണിക്കൂർ വരെ ദീർഘമായി അധ്വാന സമയമായിരുന്നു കുട്ടികൾക്കുണ്ടായിരുന്നത്. അവരെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിപ്പിക്കും. പ്രതിഫലമാകട്ടെ വളരെ തുച്ഛം. ഡോൺ ബോസ്കോ തൊഴിലുടമകളെ കണ്ടെത്തി അവരുമായി ഈ കുട്ടികൾക്ക് വേണ്ടി കരാർ തയ്യാറാക്കുകയും അവരുടെ തൊഴിൽ സമയം ക്ലിപ്തപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ പോകുന്നു ഡോൺ ബോസ്കോയുടെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഡോൺ ബോസ്കോയുടെ ഈ സ്ഥാപനത്തിലേക്ക് വന്നത് മിക്കവാറും എല്ലാവരും തന്നെ അനാഥരായിട്ടുള്ള കുട്ടികളായിരുന്നു. ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വളർന്ന് വിപുലമായപ്പോൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന് സഹായികളെ വേണം. ഡോൺ ബോസ്കോൻ്റെ ബോർഡിങ്ങിലേക്ക് നോക്കിയപ്പോൾ സൽസ്വഭാവികളായിട്ടുള്ള കുട്ടികൾ ധാരാളം പേരുണ്ട്. മൈക്കിൾ റുവ, ജോൺ കളിയേരോ, അങ്ങനെ തുടങ്ങി നിരവധി കുട്ടികൾ, നല്ല കുട്ടികളുണ്ട്. അവരെ അദ്ദേഹം ക്ഷണിച്ചു. നിങ്ങൾക്ക് എന്നെ സഹായിക്കാനായിട്ട് നിങ്ങൾക്കൊരു സെമിനാരിയിൽ ചേരാം. ആ സെമിനാരി വേറെ എങ്ങും പോകേണ്ടതില്ല. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു സെമിനാരി രൂപീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വൈദിക പരിശീലനം ഞാൻ തന്നെ നൽകാം എന്ന് പറഞ്ഞ് ഡോൺ ബോസ്കോ അവിടെ തന്നെ ഒരു സെമിനറി ആരംഭിക്കുകയാണ്. അപ്പോൾ സെമിനറിയുണ്ട്, സ്കൂളുണ്ട്, വർക്ക്ഷോപ്പുണ്ട്. അങ്ങനെയാണ് ഈ ഓറട്ടറി മുന്നോട്ട് പോകുന്നത്. കളികൾ ഇതിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു. ഡോൺ ബോസ്കോ തൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം രൂപീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിനൊരു പേര് നൽകി. അതിൻ്റെ പേരാണ് പ്രിവെൻറ്റീവ് സിസ്റ്റം. പ്രിവെൻറ്റീവ് എന്ന വാക്ക് വരുന്നത് ലാറ്റിൻ ധാതുവായ പ്രവനീരെ എന്നതിൽ നിന്നാണ്. പ്രവനീരെ മുൻകൂട്ടി ആഗതനാകുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രസക്തി എന്താണ്? അദ്ദേഹം പറഞ്ഞു, കുട്ടികൾ വരുന്നതിന് മുമ്പ് അധ്യാപകൻ ഒരു സ്ഥലത്ത് സന്നിഹിതനായിരിക്കണം. അത് ക്ലാസ് റൂം ആകട്ടെ, പ്ലേ ഗ്രൗണ്ട് ആകട്ടെ, കുട്ടികൾ ഉറങ്ങുന്ന ഡോമറ്ററി ആകട്ടെ, കുട്ടികൾക്ക് മുമ്പേ അധ്യാപകരോ വൈദികരോ ബ്രദേഴ്സ് അവിടെ സന്നിഹിതരായിരിക്കുക. അവിടെ സാന്നിധ്യം, സ്നേഹമസൃണമായ സാന്നിധ്യം പല ക്രമക്കേടുകളെയും ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ഏതെങ്കിലും ക്രമക്കേട് വന്നതിന് ശേഷം പരിഹരിക്കുന്നതിനേക്കാൾ നല്ലത് ക്രമക്കേടുകൾ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള മുൻകരുതലെടുക്കുക. അതാണ് ഡോൺ ബോസ്കോയുടെ പ്രിവെൻറ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതാണ് പ്രസൻസിലൂടെ, സാന്നിധ്യത്തിലൂടെ കുറ്റകൃത്യങ്ങൾക്കുള്ള അവസരങ്ങൾ ഇല്ലായ്മ ചെയ്യുക. ഡോൺ ബോസ്കോയുടെ പ്രിവെൻറ്റീവ് സിസ്റ്റം അദ്ദേഹം രൂപം കൊടുത്ത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് നമ്മൾ പറയുന്ന പേരാണ് പ്രിവെൻറ്റീവ് സിസ്റ്റം. അതിന് 3 നെടും തൂണുകളാണുള്ളത്. ഇംഗ്ലീഷിൽ അതിന് 3 R എന്നാണ് നമ്മൾ പറയുക. റപ്പോ, റീസൺ, റിലിജ്യൻ. റപ്പോ എന്ന് പറയുന്നത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. ഡോൺ ബോസ്കോ പറഞ്ഞു, കുട്ടികളെ നിങ്ങൾ സ്നേഹിച്ചാൽ മാത്രം പോരാ, സ്നേഹിക്കുന്നുവെന്ന് അവർക്ക് ബോധ്യമുണ്ടാകണം. അതിനു വേണ്ടിയിട്ട് അവരെ അടുത്തേക്ക് ചെല്ലണം, അവരോട് സ്നേഹമസൃണമായി സംസാരിക്കണം, അവരുടെ കാര്യത്തിൽ താല്പര്യമെടുക്കണം. നമ്മൾ അവരുടെ കാര്യങ്ങൾ താല്പര്യമെടുക്കുമ്പോൾ അവർ നമ്മുടെ കാര്യങ്ങൾ താല്പര്യമെടുക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്തും അവർ ചെയ്യും.
ഇതാണ് അച്ചടക്കത്തിനുള്ള ഏറ്റവും നല്ല മാർഗം. രണ്ടാമത്തെ കാര്യം പ്രിവെൻറ്റീവ് വരുന്നത് റീസണാണ്. കുട്ടികളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ യുക്തിസഹമായിരിക്കണം. യുക്തിസഹമല്ലാത്തതൊന്നും ആവശ്യപ്പെടരുത്. അപ്പോൾ അവരോട് അച്ചടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് ഇമ്പോസിഷൻ കൊടുക്കുന്നത് 100 പ്രാവശ്യം ഒരു ഉത്തരം തന്നെ ആവർത്തിച്ചുക ഒരുപക്ഷെ റീസണബിൾ ആയിരിക്കുകയില്ല. അച്ചടക്കത്തിന് അവരുടെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളുടെ ഭാഗത്തുണ്ടായിക്കഴിഞ്ഞാൽ അവരെ പൊതുവായിട്ട് സഹായിക്കുന്നതിന് പകരം അവരെ പേഴ്സണലായിട്ട് വിളിക്കുക. ഗുരുവും ശിഷ്യനും മാത്രമായിരിക്കുമ്പോൾ ആ കുട്ടിയോട് സംസാരിച്ച് അവൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അപ്പോൾ തിരുത്താനുള്ള അവസരം ആ കുഞ്ഞിന് കൈവരുന്നു. രഹസ്യമായിട്ട് തിരുത്തൽ നടത്തുമ്പോൾ അധ്യാപകൻ്റെ വിശ്വാസം ആർജിക്കുവാനായിട്ട് ആ കുട്ടിക്ക് സാധിക്കും. ഡോൺ ബോസ്കോ അധ്യാപകർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: നിങ്ങൾ കുട്ടികളെ സ്നേഹിക്കുക. സ്നേഹിക്കുമ്പോൾ ആ ഗുരു കുട്ടിയുടെ വിശ്വാസം ആർജിക്കും. കുട്ടിയുടെ വിശ്വാസം ആർജിച്ചു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും അവൻ ചെയ്യുവാനും സഹകരിക്കാനും തയ്യാറാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റപ്പോ എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ റപ്പോ എന്ന് പറയുന്നത്. റപ്പോ, റീസൺ, റിലിജിയനെ കുറിച്ച് പറയുമ്പോൾ ഡോൺ ബോസ്കോ കുട്ടികളോടൊപ്പം പറയായിരുന്നു ഗോഡ് സീസ് യു. ഡോൺ ബോസ്കോയുടെ ഓറട്ടറിയുടെ ഭിത്തികളിൽ ഡോൺ ബോസ്കോ എഴുതി വെച്ച ഒരു വാക്യമാണ് ഗോഡ് സീസ് യു. ദൈവം നമ്മളെപ്പോഴും കാണുന്നു. ഡോൺ ബോസ്കോ അവിടെ ഇല്ലെങ്കിലും, ഡോൺ ബോസ്കോയുടെ ശിഷ്യരായ ബ്രദേഴ്സ് ഇല്ലെങ്കിലും, മേൽനോട്ടക്കാരുമില്ലെങ്കിലും ഉള്ളതുകൊണ്ട് ഏറ്റവും നന്നായി പെരുമാറാനായിട്ട് ഓരോ കുട്ടിയും തയ്യാറാകുന്നു. 2 ഭക്തി ഡോൺ ബോസ്കോ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചത് പരിശുദ്ധ കുർബാനയുടെ ഭക്തിയാണ്. 2 മാതാവിനോട് ഭക്തി ഉണ്ടായിരിക്കുക, എങ്കിൽ അത്ഭുതങ്ങൾ എന്തെന്ന് നിങ്ങൾ കാണും എന്ന് കുട്ടികളോട് അദ്ദേഹം പറയുമായിരുന്നു. മാതാവിൻ്റെ ഭക്തി പരിപോഷിപ്പിക്കാനായിട്ട് ഡോൺ ബോസ്കോ തന്നെ ട്യൂറിനിൽ അതിമനോഹരമായ മാതാവിൻ്റെ ഒരു ബസിലിക്ക സ്ഥാപിച്ചു. അതിൻ്റെ നിർമ്മാണത്തിന് ബുസ്സേത്തി എന്ന ഒരു ആർക്കിടെക്റ്റിനെ അദ്ദേഹം ഏൽപ്പിച്ചത്. ഡോൺ ബോസ്കോ എന്ത് സമരം തുടങ്ങുമ്പോഴും കയ്യിൽ പണം വെച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. അന്ന് അദ്ദേഹം 5 സെൻറ്റ് ഈ ബുസ്സേത്തിയുടെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തുടങ്ങിക്കൊള്ളുക, ബാക്കിയെല്ലാം മാതാവ് തരും. അത് വാസ്തവമായിരുന്നു. ആ ദേവാലയത്തിൻ്റെ ആ ബസിലിക്കയുടെ പണി തീർന്ന ആശീർവദിക്കുന്ന സന്ദർഭങ്ങളിൽ ഡോൺ ബോസ്കോയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പ്രവഹിക്കുകയായിരുന്നു. പറഞ്ഞു, ഈ ദേവാലയത്തിൻ്റെ ഓരോ ഇഷ്ടികയും മാതാവിൻ്റെ ദാനമാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ യുവജനങ്ങൾ കുറിച്ച് എപ്പോഴും നമ്മൾ പരാതിപ്പെടുമ്പോൾ അവർ ശ്രദ്ധയില്ലാത്തവരാണ്, അച്ചടക്കമില്ലാത്തവരാണ്, അവർ മയക്കുമരുന്നിന് അടിമകളാണ്, അവർ അക്രമത്തിലേക്ക് വഴുതി വീഴുന്നു എന്നൊക്കെ നമ്മൾ പരാതിപ്പെടുമ്പോൾ ഡോൺ ബോസ്കോയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എപ്പോഴും അതിന് പ്രതിവിധിയായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹം പറയാം, നമ്മൾ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, നല്ല ഇടയനെ പോലെ അവരെ മനസ്സിലാക്കണം, അവരെ സ്നേഹിക്കണം, അവരുടെ വിശ്വാസം ആർജിക്കണം. അപ്പോൾ അവർക്ക് നൽകുന്ന ഉപദേശങ്ങൾ അവർ സ്വീകരിക്കും. ഒരു നല്ല കാതലായ മാറ്റമുണ്ടാകും. ഇന്ന് 131 രാജ്യങ്ങളിൽ സലേഷ്യൻ സഭ പ്രവർത്തനനിരതമാണ്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഡോൺ ബോസ്കോ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത്. യൂണിവേഴ്സിറ്റികളുണ്ട്, കോളേജുകളുണ്ട്, അനാഥരായിട്ടുള്ള കുട്ടികൾക്കുള്ള സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളുണ്ട്. ഇങ്ങനെ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു. ചൈനയിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, എല്ലാ വൻകരയിലും ഡോൺ ബോസ്കോയുടെ സാന്നിധ്യമുണ്ട്. യുവജനങ്ങളെ ഏറെ സ്നേഹിച്ച ഈ വിശുദ്ധനെ നമുക്ക് വണങ്ങാം, അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടരാം. ഡോൺ ബോസ്കോ മരിച്ച് 127 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും എപ്പോഴും വളരെ ഊർജ്ജസ്വലമായി നിലകൊള്ളുന്നു. അദ്ദേഹം ഇന്നും ആയിരങ്ങൾക്ക് പ്രചോദനം നൽകുന്നു.